Welcome back to BMSF classes. Next question is Dining Philosophers. The Dining Philosophers using the question implement Dining Philosopher problem using semaphore. Okay, ഇതാണ് Dining Philosopher നമുക്ക് 1 by 1 ആയിട്ട് ഇതിലേക്ക് പോസ്റ്റ്മോർട്ടം ചെയ്യാം. So initially number of philosophers standard problem 5 ആണ്. So നമ്മൾ define and number of philosophers define ചെയ്യാം. Okay. ഇനി fork initialization നോക്കാം. Here each fork is represented by a semaphore. Each fork is represented by a semaphore, which is a Fox array. Fox array initialized to 1. This Fox array. Fox array. 1 meaning the ഇവിടെ നമ്മൾ അത് ഇനീഷ്യലൈസ് ചെയ്യും. ഓക്കെ, നമ്മൾ ഇനീഷ്യലൈസ് ചെയ്ത് semaphores. And the fork എല്ലാം initialize ഇങ്ങോട്ട് initialize from 1 ആണ്. ഓക്കെ, then നമുക്ക് ഒരു റൂം എന്ന് പറയുന്ന fork ഉണ്ട്, semaphore to limit the number of philosophers at the table. Which means actually ആ റൂമിൽ ആ ടേബിളില് എത്ര ഫിലോസഫേഴ്സ് ഒരുമിച്ചിരിക്കാൻ ലിമിറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ മ്യൂടെക്സ് എന്നും പറയാം. ഇത് വേറെ രീതിയാണ് മ്യൂടെക്സ് എന്ന് പറയാം. സോ ഇവിടെ റൂം എന്നാണ് യൂസ് ചെയ്യുന്നത്. So semaphore to limit the number of philosophers at the table. So it's a room semaphore which is used to limit the number of philosophers trying to eat at the same time to n-1. അത് എല്ലാവരും 5 ആളോട് ഒരുമിച്ച് കഴിക്കാൻ 5 ഫിലോസഫർ ഒരുമിച്ച് കഴിക്കുമ്പോഴാണ് ഡെഡ്ലോക്ക് ഇഷ്യൂ. സോ അത് n-1 നമ്മൾ അതിനെ ലിമിറ്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ റൂം സെമാഫോർ യൂസ് ചെയ്യുന്നത്. സോ അതെന്തിനാണ് ഇതിനെ which prevents the deadlock by ensuring that at least one philosophers can always eat. ഇതിന് ഒരു ഫിലോസഫറെങ്കിലും കഴിക്കാൻ പറ്റും. ലൈക്ക് റൂമിൽ എല്ലാവരും ഒരുമിച്ച് 5 ആളെ ഒരുമിച്ച് കഴിക്കാൻ വിട്ട് കഴിഞ്ഞാൽ അവിടെ ഡെഡ്ലോക്ക് സംഭവിക്കും. നമുക്ക് നേരത്തെ അറിയാം. സോ അത് ലിമിറ്റ് ചെയ്യാനാണ് നമ്മൾ റൂം എന്ന് പറയുന്ന സെമാഫോർ കൊണ്ട് ഇനീഷ്യലൈസ് ചെയ്യുന്നത്. Next we have the philosopher function. Philosopher function ഒരു word pointer ആണ് റിട്ടേൺ ചെയ്യുന്നത്. ഇറ്റ് ഇസ് എ ഡെൽറ്റ ടൈപ്പ് ഇസ് എ word pointer. ഫിലോസഫർ വേർഡ് സ്റ്റാർ എന്ന് പറഞ്ഞാൽ ഒരു മൂവിയുടെ ഡാറ്റ ടൈപ്പുള്ള വേർഡ് പോയിന്റ് അല്ലെങ്കിൽ ജനറിക് പോയിന്റ് ഡാറ്റ ടൈപ്പുള്ള നമ്പറാണ് നമുക്ക് ഇതിലേക്ക് ആർഗ്യുമെന്റ് ആയിട്ട് വാങ്ങുന്നത്. then നമ്മളത് ഇന്റിജറിലേക്ക് കൺവേർട്ട് ചെയ്യും. ഇന്റെ ID ഓരോ ഫിലോസഫിന് ഓരോ നമ്പർ ഉണ്ടാവില്ല, 0, 1, 2 up to 4 5 ഫിലോസഫാണ് 0, 1, 2, 3, 4. സോ അവരെ ID നമ്മൾ ഇന്ത്യ ID സ്റ്റോർ ചെയ്യും. ബട്ട് ഇവിടെ നമുക്ക് ഒരു വോയിഡ് ഒരു ജനറിക് പോയിന്റർ അല്ലെങ്കിൽ ഒരു വോയിഡ് പോയിന്റർ ആയിട്ടാണ് നമ്മുടെ ആർഗ്യുമെന്റ് നമ്പർ വരുന്നത്. ആൻഡ് ജനറിക് അല്ലെങ്കിൽ വോയിഡ് പോയിന്ററിനെ നമ്മൾ ഇന്റിജർ ടൈപ്പിലേക്ക് മാറ്റണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇൻഡ് സ്റ്റാർ നമ്പർ ആക്കുന്നത്. ഓക്കെ, ഇൻഡ് സ്റ്റാർ. പിന്നെ ഈ സ്റ്റാർ കൊടുത്തത് ഒരു പോയിന്റർ ആയതുകൊണ്ടാണ് നമ്മളിവിടെ സ്റ്റാർ കൊടുത്തത്. ഓക്കെ, സോ സ്റ്റാർ ഇൻ സ്റ്റാർ നമ്മൾ ആക്കി കഴിഞ്ഞാൽ നമുക്ക് ഈ വോയിഡ് പോയിന്ററിനെ ഇന്റിജർ പോയിന്റിലേക്ക് കൺവേർട്ട് ചെയ്യാം. ദാറ്റ്സ് ഇറ്റ്. നമ്മള് ജാവയിലും ഇതുപോലെ പാസ് ഇൻഡ് നമ്മൾ യൂസ് ചെയ്യുന്നില്ല, അതുപോലെ തന്നെയാണ് സിയിൽ ഇതാണ് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ്, ഇനി ഇത് ജനറിക് പോയിന്റർ എവിടെ നിന്നാണ് കൊടുക്കുക, നമുക്ക് ആ ഒരു ഫംഗ്ഷൻ നമുക്ക് പിന്നെ താഴോട്ട് നോക്കുമ്പോൾ ഡിസ്കസ് ചെയ്യാം. ദെൻ വൈൽ വൺ കൊടുക്കാൻ കാരണം ഇത് ഡെഫിനറ്റ്ലി ഇങ്ങനെ എന്ത് ചെയ്തുകൊണ്ടിരിക്കും, ലൂപ്പിൽ ഇങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കും. ഇപ്പൊ നമ്മൾ ക്വസ്റ്റ്യനിൽ ഇപ്പൊ പറഞ്ഞിട്ടുണ്ട് എത്ര സമയത്തിനുള്ള തീർക്കണം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കാം. ലൈക്ക് പൊതുവെ നമ്മുടെ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറഞ്ഞ സജസ്റ്റ് നേരിട്ട് ഇംപ്ലിമെന്റ് ചെയ്താൽ മതി. ഇനീഷ്യലി നമുക്ക് ഒരു ആദ്യം ഫിലോസഫേഴ്സ് തിങ്കിങ് ആണ്, എന്നിട്ടാണ് ഫിലോസഫർ എന്ത് ചെയ്യുന്നത്, ഫോർക്ക് എടുത്തിട്ട് കഴിക്കാൻ സ്റ്റാർട്ട് ഈറ്റിംഗ്. സോ ഈച്ച് ഫിലോസഫേഴ്സ് ആൾട്ടർനേറ്റ് ബിറ്റ്വീൻ തിങ്കിങ് ആൻഡ് ഈറ്റിംഗ്. ഓക്കെ, പിന്നെ കഴിക്കണമെങ്കിൽ ഒരു ഫിലോസഫർ ആദ്യം എന്തെടുക്കണം, റൂം സെമാഫോർ ആക്സസ് ചെയ്യണം, വിച്ച് മീൻസ് മ്യൂടെക്സ് സെമാഫോർ. നമ്മൾ കഴിഞ്ഞ മ്യൂടെക്സ് തന്നെയാണ് ഇതിലത്തെ റൂം. സോ ഫസ്റ്റ് തന്നെ ഒരു സെമാഫോർ ഒരു ഫിലോസഫറിന് ടു ഈറ്റ് എ ഫിലോസഫർ must first acquire the room സെമാഫോർ ആദ്യം അക്യൂർ ചെയ്യണം. എന്നിട്ട് എന്ത് ചെയ്യും, ആ ഫിലോസഫർ ആദ്യം ലെഫ്റ്റ് ഫോർക്ക്
So we wait function sum wait fox id. Okay, fox id ലെഫ്റ്റ് ആകുമ്പോൾ ഫോക്സ് ഐ ഡി, ദെൻ റൈറ്റ് ആണ് എടുക്കുന്നതെങ്കിൽ ഫോക്സ് ഐ ഡി പ്ലസ് വൺ മോഡ് എൻ. ഓക്കെ, അപ്പൊ റൈറ്റ് എടുത്തു, റൈറ്റ് ഫോക്സ് എടുത്തു. സോ ഈച്ച് റെപ്രസെന്റഡ് ബൈ സെമാഫോസ്. ഇനി കഴിച്ചു കഴിഞ്ഞു കഴിഞ്ഞാല് ലെഫ്റ്റ് ഫോർക്ക് എടുത്ത് റൈറ്റ് ഫോർക്ക് കഴിച്ചുകൊണ്ടിരിക്കുക. ഇപ്പൊ ഈറ്റിംഗ് സ്റ്റേറ്റ് ആണ്. സോ ഫിലോസഫർ പേഴ്സണാലിറ്റി, ഫിലോസഫറിന്റെ ഐഡിയ ആണ്. ആ ഫിലോസഫർ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് സ്ലീപ്പ് കൊടുക്കുക. കാരണം എല്ലാം ഒരുമിച്ചാണ്, ഇത് ഭയങ്കര ഫാസ്റ്റ് നടക്കുക. ഒരുമിച്ച് പിന്നെ നമുക്ക് മനസ്സിലാവില്ല ആരാ ഈറ്റ് ചെയ്യുന്നത്, ആരാണ് തിങ്ക് ചെയ്യുന്നത്. സോ നമ്മൾ സ്ലീപ്പ് ഫംഗ്ഷൻ കൊടുക്കുക. അത് മിനിമം 2 എങ്കിലും കൊടുക്കുക. 1 ഫംഗ്ഷൻ 2 ആണ് എന്റെ അഭിപ്രായത്തിൽ. എന്നിട്ട് ആദ്യം നമ്മൾ കഴിക്കുമ്പോൾ ആദ്യം നമ്മൾ ലെഫ്റ്റ് ഫോർക്ക് എടുത്ത് പിന്നെ റൈറ്റ് ഫോർക്ക് എടുത്ത് കഴിക്കും. പിന്നെ തിരിച്ചു വെക്കുമ്പോൾ ആദ്യം റൈറ്റ് ഫോർക്ക് വെച്ച് പിന്നെയാണ് ലെഫ്റ്റ് ഫോർക്ക് വെക്കുക. ഇതൊക്കെ ഡെപ്ലോക്ക് അല്ലെ സ്റ്റാർവേഷൻ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, അതിന്റെ റൈറ്റ് ഫോർക്ക് ആദ്യം വെക്കും. അപ്പൊ റൈറ്റ് ഫോർക്കിന്റെ എന്തായാലും നമ്മള് ഫംഗ്ഷൻ പഠിച്ചത് ഫോക്സ് ഐ ഡി പ്ലസ് വൺ മോഡ് എന്നാണ്. നേരത്തെ നമ്മൾ കഴിക്കുകയാണ്, അപ്പോൾ നമ്മൾ സം വെയിറ്റ് ഫംഗ്ഷൻ വെച്ചു. ഇനിയിപ്പോ റിലീസ് ചെയ്യുമ്പോൾ എന്താ ചെയ്യുക, നമ്മൾ സിഗ്നൽ ഫംഗ്ഷൻ വെച്ചു. സിഗ്നലിലായിട്ട് നമുക്ക് ഞാൻ കഴിഞ്ഞ പ്രോബ്ലം പറഞ്ഞു പോസ്റ്റ്, സെം പോസ്റ്റ് എന്നാണ് അതിന്റെ സിന്റാക്സ്. അപ്പോൾ സെം പോസ്റ്റ് റൈറ്റ് ഫോർക്ക് ആദ്യം വെക്കുക, വിച്ച് മീൻസ് ആംബർസെന്റ് ഫോക്സ് ഐ ഡി പ്ലസ് വൺ മോഡ്. ഈ ആംബർസെന്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് അഡ്രസ് ആണ്, അഡ്രസ് ബോക്സ്. അപ്പൊ ബേസിക് ആണ് കാര്യമായിട്ട്. ഇനി എന്ത് ലെഫ്റ്റ് ഫോർക്ക് വെക്കുക. ഓക്കെ, വിച്ച് ഈസ് ഫോക്സ് ഐ ഡി. എന്നിട്ട് റൂമിൽ നിന്ന് ലീവ് ചെയ്യുക. റൂം ലീവ് ചെയ്യാന്ന് പറഞ്ഞാൽ ഒന്നുമല്ല, കാരണം എണീച്ച് ടേബിൾ എണീച്ച് പോകാനല്ല ഉദ്ദേശിക്കുന്നത്. ആ മ്യൂടെക്സ് നമ്മൾ റിലീസ് ചെയ്യുക, അത്ര മ്യൂടെക്സ് റിലീസ് ചെയ്യുക. കുറച്ച് അങ്ങനെ മനസ്സിലാൻ വേണ്ടി ലീവ് ദ റൂം. എന്നിട്ട് ഈ ഫിലോസഫർ എന്ത് ചെയ്തു, ഫിനിഷ്ഡ് ഈറ്റിംഗ് ആൻഡ് തിങ്കിങ്. ഈ ഫിലോസഫർ എന്ത് ഫുഡ് കഴിക്കുന്നത് ഇനി ചിന്തിക്കാൻ തുടങ്ങി. റിട്ടേൺ നൾ കൊടുത്തിട്ട് റിട്ടേൺ കൊടുത്തിട്ടുണ്ട്. റിട്ടേൺ ഫംഗ്ഷൻ കൊടുക്കാം. കാരണം ആക്ച്വലി റിട്ടേൺ ഫംഗ്ഷന്റെ ആവശ്യമില്ല, ബട്ട് ഇവിടെ പോയിന്റർ ആയതുകൊണ്ട് എക്സ്ട്രാ ഏരിയസും കാര്യങ്ങളും വരാണ്ടിരിക്കുകയാണ് നമ്മൾ റിട്ടേൺ നൾ കൊടുക്കുന്നത്. 0 അല്ല നൾ, ബിക്കോസ് പോയിന്റ്. നെക്സ്റ്റ് നമ്മുടെ മെയിൻ ഫംഗ്ഷൻ എന്താ നോക്കാം. ഈ ഫിലോസഫേഴ്സ് അരെ ആദ്യം ക്രിയേറ്റ് ചെയ്തു. ത്രെഡ് ആണ് പി ത്രെഡ് ടി. അപ്പോ n നമ്പർ ഓഫ് ഫിലോസഫേഴ്സ് ത്രെഡ് ക്രിയേറ്റ് ചെയ്യുക, ഇനീഷ്യലൈസ് ചെയ്യാൻ പി ത്രെഡ് കൊടുത്തു. പിന്നെ നമ്പർ ഓഫ് ഫിലോസഫേഴ്സിന്റെ ഐ ഡി, ഓരോ ഫിലോസഫർ ഐ ഡി ഉണ്ടാവില്ല, 0 to 4. ഓക്കെ, ഇനി നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ഫോക്സ് എല്ലാവരുടെയും സെമാഫോർ ഫോക്സ് ഇനീഷ്യലൈസ്ഡ് 1 ഇനീഷ്യലൈസ്ഡ് 1. ഓക്കെ, സോ സം ഇനീഷ്യലൈസ് ഫോക്സ് ഓഫ് ഈച്ച് സെമാഫോർ 0 to ഇത് 0, ഇത് നൾ വാല്യൂ കൊടുക്കുന്നത്. അത് നൾ വാല്യൂ ആണ് എപ്പോഴും വരിക, ഇത് നൾ വാല്യൂ. പിന്നെ എങ്ങോട്ടാണ് എത്ര ഇനീഷ്യലൈസ് ചെയ്യേണ്ടത്, മീൻസ് എത്രയാണ് അതിലേക്ക് സ്റ്റോർ ചെയ്യേണ്ടത്. ആംപർസെന്റ് എന്ന് പറഞ്ഞാൽ വിച്ച് ഗിവ് ദ അഡ്രസ് ഓഫ് ഈ ith ഫോർക്കിന്റെ അഡ്രസ് ആണ് ആംപർസെന്റ് തരുന്നത്. ഓക്കെ, എന്നിട്ട് അതിലേക്ക് നമ്മൾ 1 സ്റ്റോർ ചെയ്യും. ഓക്കെ, നെക്സ്റ്റ് റൂം ഇനീഷ്യലൈസ് ചെയ്യണം. റൂം എത്ര 5 ആളെ ഒരുമിച്ച് വെക്കണം. സോ വി വാണ്ട് n-1 വരെ ലിമിറ്റ് ചെയ്യണം. അപ്പോൾ റൂം ഇനീഷ്യലൈസ് ചെയ്തു. അപ്പോൾ നമ്മൾ ഫോക്ക് ഇനീഷ്യലൈസ് ചെയ്തു, റൂം ഇനീഷ്യലൈസ് ചെയ്തു. ഇനി അടുത്ത സെമാഫോർ എന്ന് പറയുന്നത്, ഇനി അടുത്ത നമുക്ക് ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ ഓരോ ഫിലോസഫർ ത്രെഡ് ക്രിയേറ്റ് ചെയ്യാനുള്ളതാണ്. ഓരോ ഫിലോസഫറിന്റെ ഐ ഡി എന്ന് പറഞ്ഞാൽ ഐ തന്നെയാണ്. 0 to 4 അല്ലേ, അപ്പൊ ഐ ഡി ഐ തന്നെ. ഇനി ഇതാണ് മെയിൻ ഫംഗ്ഷൻ. നമുക്ക് ഓരോ ത്രെഡ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഫിലോസഫേഴ്സ് ഐ ആംബസെന്റ് ഫിലോസഫേഴ്സ് ഐ എന്ന് പറഞ്ഞാൽ അത് കാര്യമായിട്ടൊന്നുമില്ല, ഇറ്റ്സ് ആക്ച്വലി സിമ്പിൾ ആണ്. ആംബസെന്റ് ഫിലോസഫേഴ്സ് ഐ എന്ന് പറഞ്ഞാൽ ആംബസെന്റ് എന്ന് പറഞ്ഞാൽ എന്താ, വിച്ച് ഈസ് എൻ അഡ്രസ്. സോ this is a pointer to p thread t variable. Okay, philosophers എന്ന് പറഞ്ഞാൽ എന്താണ്, ഇറ്റ് ഈസ് എൻ അറേ ഓഫ് p thread t. ഈ p thread ക്രിയേറ്റ് അല്ല, p thread t ഉണ്ടല്ലോ, p thread t. philosophers എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു അറേ ആണ്, which contains is an array of p thread t variables. p thread t variables അതായത് int philosophers ആണെങ്കിൽ ഇന്റിജർ വേരിയബിൾസ് ആയിരിക്കും ഇതിനകത്ത്. p thread t എന്ന് പറഞ്ഞാൽ p threadന്റെ വേരിയബിൾസ് ആണ് ഇതിനകത്ത് ഉണ്ടാകുന്നത്. ഓക്കെ, വിത്ത് 1 എൻട്രി ഫോർ ഈച്ച് ഫിലോസഫേഴ്സ്. ഓരോ ഫിലോസഫേഴ്സിനും ഓരോ എൻട്രി ഇതിൽ കൊടുത്തിട്ടുണ്ടാവും. പിന്നെ ആംബസെന്റ് ഫിലോസഫേഴ്സ് ആയി എന്ന് പറഞ്ഞാൽ പ്രൊവൈഡ്സ് ദ അഡ്രസ് ഓഫ് ദ ith എൻട്രി ഇൻ ദ അറേ. ഇതിലെ ith എൻട്രി,
ഇപ്പൊ ഇപ്പൊ ഫസ്റ്റ് എൻട്രി ആണ്. ഫസ്റ്റ് ഫിലോസഫേഴ്സിന്റെ അഡ്രസ് ആണ് ഇതിൽ പാസ് ചെയ്യാൻ കൊടുത്താൽ. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം? സോ ദ ഐഡിയ ഓഫ് ദ ന്യൂലി ക്രിയേറ്റഡ് ത്രെഡ് വിൽ ബി സ്റ്റോർഡ് ഇൻ ഫിലോസഫേഴ്സ്. ഇപ്പൊ പുതിയതായി ക്രിയേറ്റ് ചെയ്ത ത്രെഡിന്റെ ഐഡി ഫിലോസഫേഴ്സ് ഐയിൽ സ്റ്റോർ ചെയ്യും. ആംബസന്റ് ഫിലോസഫേഴ്സ് എന്നാൽ ഫിലോസഫേഴ്സ് അതിന്റെ അഡ്രസ് പാസ് ചെയ്യും. ഇത് നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ നൾ വാല്യൂ തന്നെ. നേരത്തെ ഇവിടെയൊക്കെ നൾ വാല്യൂ ആണ് 0 ആണ്. സോ ഇവിടെ നൾ കൊടുക്കുക. ദെൻ ഏത് ഏത് ഫംഗ്ഷനിലേക്കാണ് നമ്മളിത് പാസ് ചെയ്യുന്നത്? ഈ ത്രെഡ് ഏത് ഫംഗ്ഷനിലേക്ക് പാസ് ചെയ്യുന്നത്? ഫിലോസഫറിലേക്കാണ് നമ്മൾ പാസ് ചെയ്യുക. എന്താണ് പാസ് ചെയ്യുക? ആംബസന്റ് ഐഡി, അഡ്രസ് ഓഫ് ദ ഐഡി, ഐഡിയുടെ അഡ്രസ് ആണ് പാസ് ചെയ്യുക. വിച്ച് അതൊരു വോയിഡ് പോയിന്റർ ആയിരിക്കും. അതാണ് ഇത്. വോയിഡ് പോയിന്റർ ആണ്, ജനറേറ്റ് പോയിന്റർ ആണ്. അത് നമ്മൾ വീണ്ടും ഐഡിയിലേക്ക് മാറ്റാൻ നമ്മൾ ഇൻഡിജർ പോയിന്റർ ആണ്. ഈ ഫംഗ്ഷൻ പി ത്രെഡ് ക്രിയേറ്റ് എപ്പോഴും പോയിന്റേഴ്സ് ആണ് എന്ത് ചെയ്യുന്നത്? പോയിന്റേഴ്സ് ആണ്, അല്ലെങ്കിൽ ജനറിക് അല്ലെങ്കിൽ വോയിഡ് പോയിന്റേഴ്സ് ആണ് റിട്ടേൺ ചെയ്യുക. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അതിനുശേഷം അവിടുന്ന് വാങ്ങിക്കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും ഇൻഡിജറിലേക്ക് കൺവേർട്ട് ചെയ്യും. ഓക്കെ, അത് ഞാൻ താഴെ എത്തിയിട്ട് കുറച്ച് എലാബറേറ്റ് പറയാന്ന് പറഞ്ഞത്. ഓക്കെ, ഇനി നമുക്ക് ഈ ഫിലോസഫർ ത്രെഡ് ആയി. ഇനി നമുക്ക് ജോയിൻ ഫിലോസഫർ ത്രെഡ്. ജോയിൻ മീൻസ് വാട്ട്? വെയിറ്റ് എ ത്രെഡ് ടു ഡൈ. അതാണ് ജോയിൻ ഫംഗ്ഷൻ യൂസ് ചെയ്തത്. നമുക്ക് കഴിഞ്ഞ രാവിലെ പഠിച്ച സെൻസ് ആണ് തന്നെ. അത് 0 to i പ്ലസ് പ്ലസ് പി ത്രെഡ് ജോയിൻ എന്നാണ് ഫംഗ്ഷൻ പേര്. ഇത് ഓരോ ഫിലോസഫേഴ്സ് ആയി ഇതിന്റെ വാല്യൂസ് ആണ്. ഇനി ലാസ്റ്റ് സെമോഫോറെ ഡിസ്ട്രോയ് ചെയ്യണം. അതിന് സെം ഡിസ്ട്രോയ് ഉപയോഗിക്കാം. ഓരോ ഫോക്കും ഇത് ഡിസ്ട്രോയ് ചെയ്യണം. അപ്പൊ എല്ലാ ഫോക്കും ഡിസ്ട്രോയ് ചെയ്യും. ആ റൂമെ ഡിസ്ട്രോയ് ചെയ്യുക. സെം ഡിസ്ട്രോയ് പോകും. റിട്ടേൺ 0. നമുക്ക് ഇതൊന്ന് റൺ ചെയ്താൽ. ഇതിന് മുന്നത്തെ ഞാൻ റൺ ചെയ്യാത്തതെന്ന് വെച്ചാൽ അത് ഒരു ഓൺലൈൻ ചെയ്ത വേറൊരു വെബ്സൈറ്റ് ആയിരുന്നു. അതിൽ GCC കറക്റ്റ്ലി സെറ്റഡ് ആയിരുന്നില്ല. ലൈക്ക് ഇത് കംപ്ലീറ്റ്ലി സെറ്റ് ചെയ്താണ്. നമുക്ക് വ്യക്തിയിൽ കാണാം. കണ്ടോ? തിങ്ക് ചെയ്യുന്നു. സിലബസ് ടു ഫിനിഷ്ലി ഈറ്റിംഗ് is thinking. ഈറ്റ് ചെയ്യുന്ന ഈറ്റ് ചെയ്ത് വിളിക്കും, തിങ്ക് ചെയ്ത് രണ്ടും ഈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ കാണിക്കും. സോ ഇങ്ങനെ വരും. ഇത് ഇൻഡെഫിനിറ്റ് ആണ്, ബിക്കോസ് വൈൽ 1 നമ്മൾ കൊടുത്തിട്ടുണ്ട്. സോ എത്രത്തോളം നേരം വേണമെങ്കിൽ ഇത് ഇങ്ങനെ തരാൻ പറ്റും. കഴിച്ചുകൊണ്ടിരിക്കും, തിങ്ക് ചെയ്തുകൊണ്ടിരിക്കും, വീണ്ടും കഴിക്കും, വീണ്ടും അങ്ങനെ വരും. സോ ദിസ് ഇസ് ഹൗ ദി ഡൈനിങ് ഫിലോസഫേഴ്സ് വർക്സ്. താങ്ക് യു.